ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ BGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 16 സ്വിമ്മിങ് ലെസൺസ് ബൈ റോഹിൻടൺ മിസ്ട്രിയുടെ സ്വിമ്മിങ് ലെസൺസ് എന്നുള്ള ആ ഒരു കഥയെ കുറിച്ചാണ്, ആ ഒരു ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷോർട്ട് സ്റ്റോറീസിനെ കുറിച്ച് പഠിക്കുമായിരുന്നു അല്ലേ. പലതരത്തിലുള്ള ഷോർട്ട് സ്റ്റോറീസ് പഠിച്ചു, പല കഥകൾ പഠിച്ചു. അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു BGC 103 അവസാനത്തെ യൂണിറ്റിലേക്ക് ഇപ്പോൾ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല സ്റ്റോറി പോലെ അതുപോലെയുള്ള ഒരു ബന്ധവും ഇല്ലാത്തൊരു സ്റ്റോറിയാണ് റോഹിൻടൺ മിസ്ട്രിയുടെ സ്വിമ്മിങ് ലെസൺസ്. കാരണം ഇതൊരു മൈഗ്രൻറ്റിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഇന്ത്യയിൽ നിന്ന് കനഡയിൽ ഇട്ട് പോയപ്പോൾ ആ ഒരു പേഴ്സണിൽ, കെർസി എന്നുള്ള ഒരു പേഴ്സണിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചും ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് ഒരു പൗരൻ പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. പക്ഷെ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടില്ല. കാരണം കുറച്ച് പോർഷനിൽ ഇന്ത്യയിലെ സ്റ്റോറി പറയും, കുറച്ച് പോർഷനിൽ കനഡയിലെ സ്റ്റോറി പറയും. അങ്ങനെ പല നറേറ്റേഴ്സിനെയും നറേഷനും നമുക്കിതിൽ കാണാൻ പറ്റും. സോ ഒരു ജസ്റ്റ് നമുക്ക് എന്താണ് ആരൊക്കെ എന്തൊക്കെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അതിനൊരു സ്റ്റോറിയാക്കി എഴുതി വെച്ചിട്ടുള്ളതാണ്. ഷോർട്ട് സ്റ്റോറി ആണല്ലോ, അപ്പോൾ നമ്മൾ ഒരുപാട് അധികം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അഭിജ്ഞാന ശാകുന്തളമൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് ഒരു സ്റ്റാർട്ടിങ് ടു എൻഡ് ഉണ്ടല്ലേ. ശകുന്തള ഇതുപോലെ ദുഷ്യന്തനുമായിട്ട് ഒരുമിക്കുന്നു, ലാസ്റ്റ് അവർ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്നിക്കുന്നുണ്ട്. മഹാഭാരതത്തിലാണെങ്കിലും നമുക്കൊരു ക്ലൈമാക്സ് കറക്റ്റ് ഉണ്ട്. പക്ഷെ ഇതങ്ങനെ ക്ലൈമാക്സ് ഒന്നുമുള്ള അങ്ങനെയുള്ള ഒരു സ്റ്റോറിയേ അല്ല കേട്ടോ. ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് ദിവസത്തെ ഇൻസിഡൻസ് ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഥ കേട്ടിരിക്കേണ്ട ലാഘവത്തിൽ അല്ല ഇരിക്കേണ്ടത്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. മേ ബി ബോറടിക്കാനുള്ള ചാൻസും ഉണ്ട്. അതുപോലുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്വിമ്മിങ് ലെസൺസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ റോഹിൻടൺ മിസ്ട്രീനെ കുറിച്ചൊരു ബയോഗ്രഫി പറയാം. ബോൺ ഇൻ ബോംബെ ഇൻ 1952, മിസ്ട്രി മൂവ്ഡ് ടു കനഡ ഇൻ 1975. അപ്പോൾ റോഹിൻടൺ മിസ്ട്രി 1952 ബോംബെയിലാണ് ജനിച്ചത്. അതിനുശേഷം അദ്ദേഹം കനഡയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ കനഡയിലോട്ട് മൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മിക്ക സ്റ്റോറീസും ഒരു കന്നഡ ടച്ചുള്ള സ്റ്റോറികളാണ്. കന്നഡയിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റോറികൾ എഴുതുന്നുണ്ട്. അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോ he won 2 Harthouse Literary Prizes and in 1985 was awarded the Canadian Fiction Contributors Prize. His collection of short stories, Tales from Firozeshah Bagh, was shortlisted for the Governor General's Award in 1988. അപ്പോൾ ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരാളാണ് റോഹിൻടൺ മിസ്ട്രി. അപ്പോൾ അദ്ദേഹം കനഡയിലായിരുന്നുകൊണ്ട് തന്നെ അവിടുത്തെ അവാർഡുകളൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ഇയർലി ഏജിൽ തന്നെ കനഡയിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ബാക്കി എഡ്യൂക്കേഷനും അതിനുശേഷമുള്ള ഈ റൈറ്റിങ്സും അവാർഡും എല്ലാം കൂടുതൽ അവിടെ തന്നെയാണ് കിട്ടിയത്. ഇറ്റ്സ് മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്ക് ഈസ് സച്ച് എ ലോങ് ജേർണി സെറ്റ് ഇൻ ബോംബെ ഗോട്ട് റേവ് റിവ്യൂസ് എവരിവെയർ. ഇറ്റ് വാസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ ബുക്കർ പ്രൈസ് വോൺ ദ ഗവർണേഴ്സ് ജനറൽസ് അവാർഡ്. ഗവർണൻസ് ജനറൽ അവാർഡ് ലഭിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് സച്ച് എ ലോങ് ജേണി. അപ്പോൾ ആ ഒരു വർക്കാണ് അദ്ദേഹത്തിന് കൂടുതൽ പോപ്പുലർ ആക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ പ്രൈസ് ഫോർ ബെസ്റ്റ് ബുക്ക് ഓഫ് ദ ഇയർ, അദ്ദേഹത്തിന് അതിനൊരു ബെസ്റ്റ് ബുക്ക് ഓഫ് ദ ഇയർ എന്നുള്ള ഒരു അവാർഡ് കിട്ടി. The novel has since been made into a film. Mystery Tales from Firozeshah Bagh is a series of connected to short stories all dealing with the Parsi life in a cluttered Bungalows apartment building in Bombay, the Firozeshah Bagh. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ സിനിമയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ആൾക്കാരെ റൈറ്റേഴ്സിനെയൊക്കെ പോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് കൊടുത്തിട്ടില്ല. അദ്ദേഹം 1952 ബോംബെയിൽ ജനിച്ചു. അതിനുശേഷം കന്നഡയിലോട്ട് മൂവ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കന്നഡയിൽ വെച്ചായിരുന്നു, വേറൊരു രാജ്യത്തിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർക്കുകൾക്ക് അവാർഡുകളെല്ലാം കിട്ടിയത് അവിടെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾക്ക് ഫിലിമായിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ബേസിക് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് സ്വിമ്മിങ് ലൈസൻസ് എന്നുള്ള ഒരു സ്റ്റോറിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് കന്നഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ കഥയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കനഡയിലെ ടൊറോണ്ടോ എന്നുള്ള ഒരു പ്ലേസിലോട്ടാണ് ഈ ഒരാൾ
മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നറേറ്ററിന്റെ പേര് കെർസി എന്നാണ്. അപ്പോൾ ഒരു എല്ലായിടത്തും കെർസിയാണെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് കെർസിയാണ് കാര്യങ്ങൾ പറയുന്നത്, കുറച്ച് സ്ഥലത്ത് ആരോ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അപ്പോൾ 1-2 പേര് ഈ ഒരു സ്റ്റോറിയിൽ നറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കെർസിയുടെ കാര്യങ്ങൾ കെർസി തന്നെ പറയുന്നുണ്ട്. കന്നഡയിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് അമ്മയോട് വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞ് കെർസി തന്നെ ചില കാര്യങ്ങൾ നറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആരോഗ്യം ഇരുന്ന് നറേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ പേരുകളൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സ്റ്റോറി പോലെ അല്ല ആക്ച്വലി കെർസിയുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ കറക്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കെർസി ഇന്ത്യയിൽ നിന്ന് കനഡയിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. കനഡയിലോട്ട് പോകുമ്പോൾ ഈ കെർസി കനഡയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന തൻ്റെ പാസ്റ്റ് ലൈഫും തൻ്റെ പേരൻസിനെയൊക്കെ കുറിച്ച് ആലോചിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഈ കെർസി കറക്റ്റ് നീറ്റായിട്ട് ഒരു ഉത്തമ യുവാവായിട്ടാണ് വളർന്നു വന്നത്. പക്ഷെ കനഡയിൽ ചെന്നപ്പോൾ അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളുടെ കാര്യങ്ങൾ ചെന്ന് വീട്ടിൽ പറഞ്ഞു കൊടുക്കാനും 100 ആളുകൾ നാട്ടുകാരായിട്ട് ചുറ്റും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വേറൊരു രാജ്യത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നോ നമ്മൾ എങ്ങനെ നടക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാനായിട്ട് അവിടെ ആരും വരത്തില്ല. അപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടിയ ഒരു യുവാവിൻ്റെ മാനസിക ഉല്ലാസങ്ങളെ കുറിച്ചും ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. Mystery swimming lessons is told in the first person narrative, except the italicized portions that use the third person to present the narrator Kersey's parents' responses to the mail he sends from Toronto. These aren't set to Bombay in his parents' home as they read his communications, first letters and the manuscript of stories and discuss their son and his work. The story takes place in an apartment complex in Don Mills, suburb of Toronto. Its elevator lobby, its parking lot, and where the narrator ventures out to take swimming lessons at the local high school pool. അപ്പോൾ ഇതിൽ നമുക്ക് കംപ്ലീറ്റ് പഠിക്കാനുള്ള കാര്യം ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. സ്വിമ്മിംഗ് ലെസൺസിൽ ഈ കെർസി എന്നുള്ള യുവാവ് കാനഡയിൽ വരികയാണ്. ടൊറോണ്ടോയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ ഈ കെർസിക്ക് ഒരു കഴിവുള്ളത് എല്ലാ ആൾക്കാരെയും ഇദ്ദേഹം പെട്ടെന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിരീക്ഷിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോൾ അയാൾ പോകുന്നു ഇങ്ങനെയല്ലേ കരുതുള്ളൂ. പക്ഷെ കെർസി അയാളെ നല്ല രീതിയിൽ വീക്ഷിക്കും. അയാൾ എന്ത് ശ്രദ്ധിക്കുന്നു, അയാൾ എന്ത് ഇട്ടേക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീക്ഷണം ഉള്ള ഒരാളാണ് കെർസി നറേറ്റർ. അപ്പോൾ അദ്ദേഹം അങ്ങനെ കുറച്ച് പേരെ കാണുന്നുണ്ട് ഈ ഒരു കനഡയിൽ വെച്ച്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ഈ ഒരു കഥയിൽ അവരെക്കുറിച്ചുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെയാണ് പഠിക്കാനുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ബോംബെയിലാണ് ഉള്ളത്. അപ്പോൾ ബോംബെയിൽ നിന്നാണ് ഈ ഒരു കെർസി കനഡയിലോട്ട് പോകുന്നത്. അപ്പോൾ ബോംബെയിലുള്ള തൻ്റെ പാരൻസിന് താൻ എഴുതുന്ന കഥകളും കവിതകളും ഒക്കെ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ തൻ്റെ മകൻ അയക്കുന്ന ലെറ്റർ വളരെ എക്സൈറ്റഡ് ആയിട്ട് വായിക്കുന്ന പാരൻസ്, വേറൊരു ഇന്ത്യയിലിരുന്ന് വായിക്കുന്ന പാരൻസിനെയൊക്കെ അവരുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. സോ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഈ കഥ തുടങ്ങുന്ന തന്നെ നമ്മുടെ കെർസി ഈ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. കനഡയിൽ വന്നിട്ട് ടൊറോണ്ടോയിൽ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അപ്പാർട്ട്മെന്റിൽ താമസിച്ച് ഇദ്ദേഹം he compares events in his new environment with those back in the Bombay housing complex are called ഫിറോഷാബാഗ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കെർസിയുടെ ബോംബെയിലെ ഫിറോഷാബാഗ് എന്നുള്ള ആ ഒരു സിറ്റി പോലുള്ള സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. ആക്ച്വലി ബോംബെയിൽ, അതായത് ഇന്ത്യയിൽ ഫിറോഷാബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇദ്ദേഹം ഈ കനഡയിൽ വന്ന് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ വിചാരിക്കും, എൻ്റെ വീട് ബോംബെയിൽ ഇങ്ങനെയായിരുന്നു, അപ്പോൾ എന്തോരാളുകളായിരുന്നു ചുറ്റും, ഇവിടെ അങ്ങനെ ആരും നോക്കാനൊന്നും വരുന്നില്ലല്ലോ എന്നുള്ള ഇന്ത്യയിലെ ഇദ്ദേഹത്തിൻ്റെ വീടുമായിട്ട് ഈ കനഡയിലെ ആ ഒരു അപ്പാർട്ട്മെൻറ്റുമായിട്ട് എല്ലാം കമ്പയർ ചെയ്തിട്ട് ഇദ്ദേഹം ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് കരുതി ആ അപ്പാർട്ട്മെൻറ്റിന് താഴോട്ട് പോകുമ്പോൾ ഒരു ഓൾഡ് മാനെ കാണും. ഹു വെയിറ്റ്സ് ഫോർ പീപ്പിൾ ഇൻ ദ അപ്പാർട്ട്മെൻറ്റ് ലോബി ടു മേക്ക് സ്മാൾ ടോക്ക്. അപ്പോൾ ഇദ്ദേഹം ഈ അപ്പാർട്ട്മെന്റ് ലോബിയുടെ ലിഫ്റ്റിന്റെ ആ ഒരു സൈഡിലായിട്ടാണ്, സ്റ്റെയർ കേസിന്റെ അവിടെ ആയിട്ടാണ് ഒരു ഓൾഡ് മാൻ ഇരിക്കുന്നത്. അദ്ദേഹവും ആ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചെയറിട്ട് രാവിലെ തൊട്ടേ ഈ ഒരു ആളുകൾ നടന്നു പോകുന്ന വഴിയുടെ സൈഡിൽ ഇരിക്കും. എന്തിനാന്ന് പറഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ സംസാരിക്കാനൊന്നും ആരുമില്ല. അപ്പോൾ ആരുടെത്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നവരുടെ അടുത്തൊക്കെ ഹലോ എന്തുണ്ട് വിശേഷം, ഇങ്ങനെയൊക്കെ ഒരു കൊച്ചു വർത്തമാനം പറയാനായിട്ട് അദ്ദേഹം രാവിലെ ഒരു ചെയറിൽ വന്ന് താഴെ ഇരിക്കും, ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴെ ഇരിക്കും. അങ്ങനെ പോകുമ്പോഴത്തേക്കും
ഈ കർസി പുറത്തോട്ട് പോകുന്ന വഴിയിൽ ഈ ഒരു ഓൾഡ് മാനെ കാണും. അപ്പൊ നമ്മൾ പറഞ്ഞു കർസി എല്ലാവരെയും നിരീക്ഷിക്കാറുണ്ട്. അപ്പൊ കർസി ഇങ്ങനെ ഇദ്ദേഹത്തിന് നോക്കുമ്പോൾ മനസ്സിലാവും ഡിസീസ് അസുഖബാധിതനാണെന്ന് മനസ്സിലാവും, നല്ല ഏജ്ഡ് ആണെന്ന് മനസ്സിലാവും. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓൾഡ് മാനെ ഈ നടന്നു പോകുന്നവരടുത്ത്, ഈ സമയമുള്ളവരടുത്ത് ഒരു ഗെയിം കളിക്കുന്നുണ്ട്. എൻ്റെ ഏജ് ഗസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓൾഡ് മാൻ ഈ നടന്നു പോകുന്നവരടുത്ത് പറയും. കാരണം ആ സമയം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കർസിക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് വീട്ടിലൊന്നും ആരും മിണ്ടാനും പറയാനും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഇരുന്ന ആളുകളുടെ അടുത്ത് മിണ്ടുന്നത്, ഇങ്ങനെയൊക്കെ വന്ന് ഗെയിം കളിക്കുന്നതെന്ന് ഓർത്തിട്ട് കർസിക്കൊരു വിഷമം തോന്നും. എന്നിട്ട് ഈ ഒരു ഓൾഡ് മാനിനെ കാണുമ്പോൾ കർസി തൻ്റെ സ്വന്തം ഗ്രാൻഡ് ഫാദറിനെ ബോംബെയിലെ അച്ഛൻ്റെ കൂടെ അമ്മയുടെയും കൂടെ ഉണ്ടായിരുന്ന തൻ്റെ മുത്തശ്ശനെ കർസി ഓർക്കുന്നുണ്ട്. ആ ഒരു മുത്തശ്ശന് പാർക്കിൻസൺ ഡിസീസ് ഉണ്ടായിരുന്നു, ഒരു അസുഖബാധിതനായിരുന്നു. അപ്പോൾ അദ്ദേഹവും ആ ഒരു മുത്തശ്ശനും പ്രായമായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു, ഓരോരുത്തടുത്ത് ആൾക്കാരുടെ അടുത്തൊക്കെ കുറച്ച് സംസാരിക്കാനൊക്കെ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ മുത്തശ്ശനെ ഓർത്തിട്ട് കർസി അവിടെ നിന്ന് പോവുകയാണ്. ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ദ ഓൾഡ് മാൻ, ദ പോർച്ചുഗീസ് വുമൺ ഇൻ ടൊറാൻഡോ ആൻഡ് മേക്കിംഗ് ദ ഫസ്റ്റ് ഇറ്റാലിയൻ ജംപ് ഷിപ്പ് ടു ബോംബെ, ദ നറേറ്റർ ബിഗിൻസ് ടു റിവീൽ തിങ്സ് അബൌട്ട് ഹിംസെൽഫ്. He is candid about his erotic argues as describing spotting two women sunbathing in bikinis besides the parking lot and his attempts to get closer look. അപ്പോൾ ആദ്യം ഒരു ഓൾഡ് മാനെ അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെട്ടല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു പോർച്ചുഗീസ് വുമൺസിനെ, അവിടെയുള്ള കുറച്ച് വുമൺസിനെ നമ്മുടെ കർസി കാണുകയാണ്. അപ്പൊ നമ്മൾ കർസിനെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇനി കർസിയുടെ മാനസിക രീതികളൊക്കെ എങ്ങനെയെന്നാണ് ഇനി ഇതിൽ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കർസി എന്ന് പറയുമ്പോൾ ഒരു ഇറോട്ടിക് ക്യാരക്ടർ ആണെന്നാണ് പറയുന്നത്. ഇറോട്ടിക് ക്യാരക്ടർ ഇതിൽ പറഞ്ഞിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ കർസി അച്ഛൻ്റെ അമ്മയുടെയും അനുസരണയിലാണ് ഇന്ത്യയിൽ ബോംബെയിൽ വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പൊ അത്രയ്ക്കും റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു നാട്ടില്, ഇന്ത്യയിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം കനഡയിലോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഫ്രീഡം കിട്ടി. ഒന്നും ആരും ഇൻസ്ട്രക്ട് ചെയ്യാനൊന്നും ആരുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആ ഒരു അദ്ദേഹത്തിന് ഒരു സെക്ഷലി ഉള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ലേഡീസിനെ കണ്ടാൽ പെട്ടെന്ന് ഒരു അട്രാക്ഷനൊക്കെ തോന്നും. അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉള്ളതാണ് ആക്ച്വലി ഒരു കർസി. അപ്പൊ കർസി ഇങ്ങനെ പുറത്തോട്ട് പോയി അവിടെ നിൽക്കുമ്പോഴത്തേക്കും ബിക്കിനി ഇട്ടുകൊണ്ട് സൺബാത്ത്, ഈ ഒരു ബീച്ചിന്റെ സൈഡിൽ സൺബാത്തിന് ലേഡീസ് കിടക്കുമല്ലോ. അപ്പൊ ബിക്കിനി ഇട്ടുകൊണ്ട് സൺബാത്തിന് വേണ്ടി 2 ലേഡീസ് കിടക്കുന്നത് കർസി കാണും. അപ്പൊ കർസി ഈ ഒരു സ്ത്രീകള് ബിക്കിനി ഇട്ടുകൊണ്ട് ബിക്കിനി വിയർ ചെയ്തുകൊണ്ട് സൺബാത്തിന് കിടക്കുന്ന കാണുമ്പോൾ ഒരു സെക്ഷൽ ഫീലിങ്സ് ഈ ഒരു കർസിക്ക് ആ ഒരു ബിക്കിനി ലേഡീസിൻ്റെ അടുത്ത് തോന്നും. അവർ കൊള്ളാമല്ലോ, നല്ല പെണ്ണുങ്ങളാണ്, ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് അടുത്തോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ക്ലോസർ ലുക്ക് ആകുമ്പോഴത്തേക്കും അവരെ കാണുമ്പോൾ കുറച്ചുകൂടെ അടുത്തറിഞ്ഞ് പറയുമ്പോഴത്തേക്കും അടുത്തോട്ട് വരുമ്പോഴത്തേക്കും കരുതും, അത്ര ദൂരെ നിന്ന് കണ്ട ആ ഒരു ഭംഗിയോ സൗന്ദര്യമോ ഒന്നും ഇല്ല എന്ന് അങ്ങനെ കരുതുമ്പോഴത്തേക്കും അവരോടുള്ള ആ ഒരു ഫീലിങ്സ് അവിടെ വെച്ച് കർസിക്ക് അവസാനിക്കും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം he records a talk with the attendant at the pool registration desk in which he talks about his non-swimming dad and she in turn explains why she never learned to ride a bicycle. അപ്പോൾ ഈ കർസി നാട്ടിലാണെങ്കിലും കുറച്ച് സ്വിമ്മിങ് പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഇദ്ദേഹത്തിന് പഠിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല. അതിനെയൊക്കെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സ്വിമ്മിങ് പഠിക്കാനായിട്ടാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്, അവിടെ ഒരു സ്ഥലത്ത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെയുള്ള രജിസ്ട്രേഷൻ ഡെസ്കിലെ അറ്റൻഡൻ്റ് അടുത്ത് പറയുകയാണ്, ഞാനിങ്ങനെ മുമ്പ് പോയിട്ടുണ്ട്, അവിടെ പഠിക്കാൻ പോയിട്ടുണ്ട്, പറ്റിയില്ല എന്നൊക്കെ. അപ്പോൾ അവിടുത്തെ രജിസ്ട്രേഷൻ ഡെസ്കിലിരിക്കുന്ന ഒരു ലേഡി പറയുകയാണ്, ആ ലേഡി ഇതുവരെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല, ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട്, പക്ഷെ പഠിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല എന്ന് ആ ഒരു ലേഡി പറയുകയാണ്. ആഫ്റ്റർ ദിസ് ദർ ഈസ് എ ലോങ് പാസേജ് ഓഫ് മെമ്മറി ബേസ്ഡ് ഓൺ ഇൻസിഡൻസ് ഓഫ് സ്വിമ്മിങ് ഇൻ വാട്ടർ, റിലീജിയസ് ഫെസ്റ്റിവൽ റിലേറ്റിംഗ് ടു വാട്ടർ ഇൻ ദ നറേറ്റേഴ്സ് ലൈഫ് ബിഫോർ ഇമിഗ്രേറ്റിംഗ് ടു കന്നഡ. അങ്ങനെ ആ ഒരു രജിസ്ട്രേഷൻ ഡെസ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കർസി കന്നഡയിലോട്ട് വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ താൻ സ്വിമ്മിങ് പഠിക്കാൻ പോയതും വാട്ടറുമായിട്ട് താൻ എന്തോരം പഠിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരുപാട് കളിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു മെമ്മറീസ് ഒരുപാട് ഇങ്ങനെ കർസി ഇരുന്ന് ആലോചിക്കുകയാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് the first section of the story closes with the introduction of Bertha, the building superintendent, who is yelling at her son as he tinkers his van in the parking lot. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലോസിംഗ് വിത്ത് ഈ ഒരു ബിൽഡിങ്ങിലെ
സൂപ്പറിൻറ്റൻഡൻ്റ് ആയിട്ടുള്ള ബർത്ത എന്ന് പറഞ്ഞ ആളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ ക്ലോസ് ആവുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു ഫസ്റ്റ് രംഗം, ഒരു സമയത്തിലെ കഥ തീർന്നു. പിന്നെ സെക്കൻഡ് സെക്ഷൻ തുടങ്ങുന്നത് ഓപ്പൺ വിത്ത് ദ നറേറ്റർ ഡിസ്ക്രൈബിങ് ഹിസ് ഫസ്റ്റ് സ്വിമ്മിങ് ലെസൺ. അത് കഴിഞ്ഞ് ഈ നറേറ്റർ അദ്ദേഹം ആദ്യമായിട്ട് സ്വിമ്മിങ് പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ ഈ ഒരു കഥയിൽ പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം സ്വിമ്മിങ് ആദ്യമായിട്ട് പഠിക്കാൻ പോയപ്പോഴത്തേക്കും ഈ സ്വിമ്മിംഗ് പൂളിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ലേഡീസും ആ ഒരു ലേഡീസിലുണ്ടായിരുന്നപ്പോൾ അവർ ബിക്കിനി പോലുള്ള ഷോർട്ട് ഡ്രസ്സുകളാണ് ആ ഒരു സ്വിമ്മിങ് ടൈമിൽ ലേഡീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കെർസി ആണെങ്കിൽ ആരെ കണ്ടാലും അവരെ എല്ലാം നോക്കും, ശരീരം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് പെട്ടെന്ന് ലേഡീസിൻ്റെ അടുത്ത് സെക്ഷൽ ഫീലിങ്സ് തോന്നും. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ ഒരുപാട് 3-4 സ്ത്രീകൾ സ്വിമ്മിങ് പഠിക്കാനുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീ വെള്ളത്തിൽ മലർന്ന് കിടക്കുവാണ്. വെള്ളത്തിൽ മുകളിലായിട്ട് ഇങ്ങനെ മലർന്ന് കടന്ന് നീന്തി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു ലേഡിയുടെ പ്യൂബിക് ഹെയർസ്, പ്രൈവറ്റ് ഏരിയയിലെ ഹെയർസ് ഈ ഒരു കേഴ്സിക്ക് ഈ ഒരു ഹെയർ കാണുമ്പോൾ ആ ഒരു ബോഡി കാണുന്നത് കെർസിക്ക് പെട്ടെന്ന് സെക്ഷൽ ഫീലിങ്സ് ഉടനെ ഉണരും. സെക്ഷൽ ഫീലിങ്സ് ഉണർന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കേഴ്സി നോക്കുമ്പോൾ ഈ ലേഡി അകത്തോട്ട് ഡ്രസ്സിങ് ഏരിയയിലോട്ട് പോകുന്ന കാണാം. കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ലേഡിയിൽ നേരത്തെ കണ്ട ഹെയർസ് കാണത്തില്ല. ആ ഒരു ഹെയർസ് ആ ഒരു ലേഡി ഷേവ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ കെർസിക്ക് ആ നേരത്ത് തോന്നിയ ഫീലിങ്സ് ഒക്കെ പോവും. അപ്പോൾ കെർസി അത് ഓർക്കുകയാണ്. ഇവിടെ സ്വിമ്മിങ് പഠിക്കാൻ വന്നപ്പോൾ ഓർക്കുകയാണ് തനിക്ക് ആദ്യം വന്ന ആ ഒരു സമയത്തുള്ള ഫീലിങ്സ് ഒക്കെ ഓർക്കുകയാണ്. ദ സെക്കൻഡ് ലെസൺ ഈസ് എ ഗ്രേറ്റ് ഡിസപ്പോയിൻമെന്റ്. അപ്പോൾ ആദ്യം കെർസി പറയാണ്, ആദ്യം എനിക്ക് കുറച്ച് മാനസിക ഉല്ലാസമൊക്കെ കിട്ടി. അപ്പോൾ കെർസി സ്വിമ്മിങ് പഠിക്കാനാണ് പോയെങ്കിലും അവിടെ ചെന്ന് ഈ വരുന്ന സ്ത്രീകളെയൊക്കെ നോക്കാനാണ് ആക്ച്വലി ഈ ഒരു കെർസി പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് കെർസിക്ക് ഓക്കെ ആയിരുന്നു, അത്യാവശ്യം സ്ത്രീകളെ കാണാൻ പറ്റിയെന്ന് കെർസി പറയാണ്. പക്ഷെ സെക്കൻഡ് കെർസി പഠിക്കാൻ പോയപ്പോൾ സെക്കൻഡ് ലെസൺ ഡിസപ്പോയിൻമെന്റ് ആയെന്നാണ് പറയുന്നത്. സിൻസ് ദ ഫ്ലോട്ടിംഗ് വുമൺ ഹാസ് ഷേവ്ഡ് ഹെയർ പ്യൂബിക് ഏരിയ ആൻഡ് നോ ലോങ്ങർ റിവീൽസ് എനിത്തിങ് എറക്റ്റിക് ടു കെർസി ഇമാജിനേഷൻ. അപ്പം ആദ്യം ഈ പ്യൂബിക് ഏരിയ കണ്ടപ്പോൾ കെർസിക്ക് ഒരു ഫീലിങ്സ് ഉണ്ടായി. പക്ഷെ രണ്ടാമത്തെ ലെസൺ എന്തായിരുന്നു? രണ്ടാമത് ഇയാള് നീന്താനായിട്ട് പഠിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ആ ഒരു പ്യൂബിക് ഏരിയ ആ ഒരു ലേഡി ഷേവ് ചെയ്തിട്ട് വന്നതായിട്ട്. അങ്ങനെ ഫസ്റ്റ് അദ്ദേഹത്തിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി, രണ്ടാമത് ഒരു ഡിസപ്പോയിൻമെന്റ് കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, the next italicized portion begins as a Casey's parents receive a parcel from Canada. It is a copy of the manuscript of stories Casey has written. His parents are surprised to find that while he is living in Toronto, the stories are almost all about Bombay. അത് കഴിഞ്ഞ് വരുന്ന ഒരു സീന് ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. ഈ ഒരു നറേഷൻ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. നമ്മൾ ഇതുവരെ കനഡയിൽ ഇരുന്നുള്ള കഥകളാണല്ലോ കേട്ടത്. അപ്പോൾ കെർസി കുറച്ച് സ്റ്റോറീസ് ഒക്കെ എഴുതുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോറീസ് എഴുതിയ ആ ബുക്കുകൾ അച്ഛനും അമ്മയ്ക്കും വായിക്കാൻ വേണ്ടി അയച്ചിരിക്കുകയാണ്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ആ ഒരു പാഴ്സൽ കിട്ടി. ബോംബെയിലുള്ള അച്ഛനും അമ്മയ്ക്കും പാഴ്സൽ കിട്ടി. പാഴ്സൽ തുറന്നു നോക്കിയപ്പോൾ മകൻ എഴുതിയ ഈ കഥകളൊക്കെയാണ്. അപ്പൊ കഥകളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ അച്ഛനും അമ്മയും സർപ്രൈസ് ആയിപ്പോയി. കാരണം കറൻലി കെർസി കന്നഡയിലാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കെർസി എഴുതിയിരിക്കുന്ന കഥയിൽ എല്ലാം ഈ ഒരു ബോംബെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പാരൻസ് അതിശയിച്ചു പോയി. കാരണം മകൻ പുറത്തു പോയി അവൻ നല്ല നിലയിലായെങ്കിലും അവൻ ഈ ഒരു ഗ്രാമവും ബോംബെയും അവൻ ജീവിച്ച് വളർന്ന ചുറ്റുപാടും അവൻ മറന്നിട്ടില്ലല്ലോ എന്ന് ഓർത്ത് പാരൻസ് പ്രൗഡ് ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് സീൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു Bertha Rice leaves her son stop working on his vanity gets to gold. The bikini ladies flirt with Kersey in the laundry room. The old man is given a ride in an older son. അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളത് അഗെയിൻ പിന്നെ ഈ ഒരു സ്റ്റോറി കാനഡയിലോട്ട് പോകുന്നുണ്ട്. കാനഡയിൽ വെച്ച് കെർസി ഒരു ബിക്കിനി ഇട്ടുകൊണ്ട് സ്വിമ്മിങ്ങിന് വന്ന ലേഡീസുമായിട്ട് ഫ്ലർട്ട് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ലോണ്ടറി റൂമിൽ വെച്ച്. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് ആസ് വിന്റർ ഡിപ്പെൻസ്
അത് കഴിഞ്ഞ് വിന്റർ സീസൺ വന്ന്, അതായത് ഈ ഒരു ഫ്ലട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ അവിടെ വിന്ററാണ്, കന്നഡയിൽ വിന്റർ ടൈമാണ്. ആ സമയത്ത് ഈ ഒരു നമ്മൾ ആദ്യം ഒരു ഓൾഡ് മാനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ഒരു അപ്പാർട്ട്മെന്റിൽ താഴെ ഇറങ്ങിയിരുന്ന് ഏജ് ഗെസ് ചെയ്യാനായിട്ട് ഗെയിം കളിക്കുന്ന ആ ഒരു ആള് സ്ട്രോക്ക് വന്ന് ഏജ്ഡ് ആയിട്ട് മരിച്ചു പോയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ കർസി പിറ്റേന്ന് അറിയുകയാണ്. കർസി അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ കർസി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് വിചാരിക്കുന്നത്, അയ്യോ ഇന്നലെ അവിടെ ഒരു ഓൾഡ് മാനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയെന്ന് കർസി ഓർക്കും. പിന്നെ പേരന്വേഷിക്കാനായിട്ട് അപ്പാർട്ട്മെന്റിന് താഴോട്ട് പോകുമ്പോഴാണ് കർസി അറിയുന്നത് ആ ആൾ ഇന്ന് രാവിലെ മരിച്ചുപോയെന്ന് അറിയുമ്പോൾ നമ്മുടെ കർസിക്ക് ഒരു വിഷമം തോന്നും. കാരണം ഇന്നലെ പേര് ചോദിക്കേണ്ടതായിരുന്നു എന്ന് ഓർത്ത് ഒരു വിഷമം തോന്നുന്നുണ്ട്. The story ends with an utilized passage as Karsi's parents are writing to him how proud they are. He's accomplished as a writer. They are looking forward to his next book. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സ്റ്റോറി തീരുകയാണ്. സ്റ്റോറിയുടെ എൻഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യയിലാണ് ഒരു നറേഷൻ വരുന്നത്. ഇന്ത്യയിൽ നിന്ന്, അതായത് ബോംബെയിൽ നിന്ന് കർസിയുടെ പാരൻസ് ഒരു ലെറ്റർ മകനായിട്ടുള്ള കർസിക്ക് എഴുതുകയാണ്. ഹൗ പ്രൗഡ് ഓഫ് ദേ ആർ, അവരെന്തോരം അവരുടെ മകനെ ഓർത്ത് എക്സൈറ്റഡ് ആണെന്ന്. അവരറിയുന്നില്ലല്ലോ മകൻ കനഡയിൽ വന്നിട്ട് ബിക്കിനി ലേഡീസിനെ നോക്കിയിരിക്കുവാണെന്ന്. ഓക്കെ, അവർ കരുതുന്നത് ആ മകൻ ഇവിടെ പോയി പഠിച്ച് നല്ല രീതിയിൽ എത്തി, മകനെ ഓർത്ത് പ്രൗഡ് ചെയ്യുകയാണ്. ഓക്കെ, അവൻ തൻ്റെ മകനായി പറഞ്ഞതിൽ അവർ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. അവരറിയുന്നില്ല മകൻ എവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റോറിയുടെ ഇടയിൽ ഒരു ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലോട്ട് പോകുമ്പോൾ, അതിനെ ഇപ്പോൾ നമ്മൾ കഥ ഇത്രയേ ഉള്ളൂ. ഞാൻ ബേസിക് ആയിട്ട് ഈ ഒരു കഥയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലോട്ട് ഒരു പൗരൻ പോകുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. എക്സാമ്പിൾ, നമ്മൾ ഇവിടെ നിന്ന് കനഡയിലോട്ട് പെട്ടെന്ന് പോവുകയാണെന്ന് വെച്ചോളൂ. പെട്ടെന്ന് പോവുകയാണെങ്കിൽ നമ്മളുടെ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസങ്ങൾ, നമ്മളുടെ രീതി, ലൈഫ് സ്റ്റൈൽ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് മേ ബി ഒരു അടക്കം ഒതുക്കമുള്ള ടീംസാണ് കൂടുതൽ ഇന്ത്യക്കാർ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കനഡയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയുന്ന അവരുടെ റൂൾസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊന്നും പെട്ടെന്ന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അവരുടെ ഫുഡ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ, ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. മേ ബി ഒരു കളർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ പല രാജ്യങ്ങളിലും പോകുന്ന പൗരന്മാർക്ക് ഏർപ്പെടാൻ അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഓൾസോ കർസി കനഡയിൽ പോകുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിങ് പഠിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള കനേഡിയൻ ആയിട്ടുള്ള കുറച്ച് ബോയ്സ് വന്നിട്ട് കർസീനെ കളിയാക്കുന്നുണ്ട്. കാരണം കർസി ഒരു ഡാർക്ക് സ്കിൻഡാണ്, അതായത് ഇരുനിറത്തിലുള്ള ആളാണ് കർസി. അപ്പോൾ കർസീനെ അവിടെയുള്ള കന്നഡയിലുള്ള ആൾക്കാർ, അവിടെയുള്ളവർ കുറച്ച് പേര് കളിയാക്കുന്നുണ്ട്. നീ ഈ ഒരു നീന്തൽ കുളത്തിലിറങ്ങി മുങ്ങിയാൽ ഈ വെള്ളം പോലും കറുത്തു പോകുമല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലോട്ട് പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു പൗരനുണ്ടാവുന്ന മാറ്റങ്ങൾ, അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയാണ് കറക്റ്റായിട്ട് ഇതിൽ പറയുന്നത്. ഒരുപാട് വലിയ പറയേണ്ട പോയം കഥയൊന്നും അല്ല ഇത്, സിമ്പിളായിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇത്തിരി പാടായിരിക്കും അല്ലേ. കാരണം ഓരോ അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു മൈഗ്രേഷനിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയൊരു സിമ്പിൾ സ്റ്റോറിയാണ് റോഹൻ ആൻഡ് മിസ്ട്രിയുടെ സ്വിമ്മിങ് ലെസൺസ് എന്നുള്ള സ്റ്റോറി. അപ്പോൾ ഇതോടുകൂടി BGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള നമ്മുടെ മെയിൻ സബ്ജക്റ്റ്, ഇംഗ്ലീഷിലെ മെയിൻ സബ്ജക്റ്റ് തീർന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു സബ്ജക്റ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.